എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയപ്പോൾ അവിടെ ഒരു വാക്സ് മ്യൂസിയം ഉണ്ടല്ലോ, സുനിൽസ് വാക്സ് മ്യൂസിയം. അത് വിസിറ്റ് ചെയ്യണ്ടായി. അപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര പെർഫെക്ഷനായിരുന്നു. ഓരോ എന്താ പറയുക, വാക്സ് പ്രതിമകൾക്കും നല്ല പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരുടെയും അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഒക്കെ നല്ല രസമായിരുന്നു. നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ ചെറിയ മോനുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത്. ഒരു ഫ്രണ്ട്ലി ട്രിപ്പായിട്ട് പോയതാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ പോയ ഒരു സ്ഥലമാണ് ഈ വാക്സ് മ്യൂസിയം. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ശരിക്കും തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ എല്ലാവരും കാണേണ്ട ഒരു സംഗതി തന്നെയാണത്. വളരെ അധികം പെർഫെക്ഷൻ ഉണ്ട്. അതാണ്, ഓരോ ഹെയർ പോലും ശരിക്കും ഒറിജിനൽ ഹെയറാണ് പ്ലാൻ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്കിന്നിലുള്ള ചെറിയ ലൈറ്റ് ടോൺ ഡിഫറൻസസ് പോലും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും ശ്രീനാരായണ ഗുരുവിൻ്റെ അങ്ങനെയുള്ള കുറേ പ്രതിമകൾ നോക്കുമ്പോൾ ശരിക്കും ആ സ്കിൻ ടോണൊക്കെ നന്നായിട്ട് നമുക്ക് മനസ്സിലാവും. വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അത് കണ്ടപ്പോൾ കേട്ടോ. ഞാൻ കുറേ കാലമായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു. കഴിഞ്ഞ തവണ ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ് നമ്മൾ തിരുവനന്തപുരം വരുന്നത്. അന്ന് കാണാൻ കഴിയാത്ത സംഗതികളൊക്കെയാണ് നമ്മളിപ്പോൾ കാണാൻ പോയിട്ടുള്ളത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോയിലാണ് കൃത്യമായിട്ട് കുറച്ചധികം എനിക്കത് നന്നായിട്ട് തോന്നിയത്. ഭയങ്കര പെർഫെക്ഷനായിരുന്നു. അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ട് എല്ലാവരുടെയും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോസ് എടുത്തു. അങ്ങനെ നല്ല രസമായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ കുട്ടികളുടെ മാതിരി ആവുമായിരുന്നു. പ്രായമൊക്കെ മറന്നുപോയി. ഞങ്ങളിവരുടെ കൂടെ ഡാൻസൊക്കെ ചെയ്തു. അവരുടെ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ കൂടെ നിന്ന് അവരുടെ ആക്ഷനൊക്കെ എടുത്തുകൊണ്ടാണ് നമ്മൾ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തത്. അപ്പോൾ അവിടെയുള്ള കുട്ടികളും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. അവർ നമുക്ക് വീഡിയോസൊക്കെ എടുത്തു തന്നു, ഫോട്ടോസൊക്കെ എടുത്തു തന്നു. അങ്ങനെ നല്ല രസമായിട്ട് പോയി. വളരെ കുറച്ച് സമയമാണ് നമ്മളവിടെ ചിലവഴിച്ചത്, എങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും. അപ്പോൾ തിരുവനന്തപുരത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് ഈ ഒരു സുനിൽസ് വാക്സ് മ്യൂസിയം. വളരെ ഭംഗിയുള്ള എന്താ പറയുക, ജീവൻ തുടിക്കുന്ന പ്രതിമകളാണ് ഒക്കെ. അപ്പോൾ ഞങ്ങൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അതിലും നല്ല പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് പെർഫെക്ഷൻ കുറഞ്ഞ് നമുക്ക് തോന്നിയത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിയുടെ ആ ഒരു പ്രതിമയ്ക്കാണ്. അതെനിക്ക് തോന്നുന്നു താടിയൊന്നും അത്ര വെച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കും നമ്മളിപ്പോൾ കാണുന്ന മോദിജിയുടെ അതിൽ താടിയുണ്ടല്ലോ നന്നായിട്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. കുറച്ചൊരു പെർഫെക്ഷൻ കുറഞ്ഞതുപോലെ തോന്നി. ബാക്കിയെല്ലാം വളരെ പെർഫെക്ഷൻ ഉള്ള ഒരു എന്താ പറയുക, പ്രതിമകളായിട്ട് തോന്നി. അപ്പോൾ ഞങ്ങൾ ശരിക്കും ഓടി നടന്ന എല്ലാം ഫോട്ടോ എടുക്കുമായിരുന്നു. ഇതെൻ്റെ മോനാണ് കേട്ടോ. അവനും അത് എല്ലാവരുടെയും ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കുക. ആൺപിള്ളേർക്ക് പിന്നെ ഫോട്ടോ എടുക്കുന്നതിന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവൻ ഫോട്ടോസിലൊന്നും അധികം നിന്നില്ല. ഇന്ദിരാഗാന്ധിയുടേത് കുറച്ചൊരു എന്താ പറയുക, അതിലും ചെറിയൊരു തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, കുറച്ചൊരു പ്രായം കുറഞ്ഞ പോലെയുണ്ട്. നമ്മൾ കാണുമ്പോൾ ഇന്ദിരാഗാന്ധിജിയുടെ ഒരു ഏജ് ഉണ്ടല്ലോ, അതിൽ നിന്നും കുറച്ചും കൂടെ ഏജ് കുറഞ്ഞ ഒരു രൂപമാണ് നമുക്ക് തോന്നിയത്. ജസ്റ്റിസ് VR കൃഷ്ണയ്യരുണ്ട്, മഹാത്മാഗാന്ധി ഉണ്ട്. മഹാത്മാഗാന്ധിയുടെ ഞാൻ എടുത്തിരുന്നു, അത് പോയി നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ അവസാനം ഇടാം. അങ്ങനെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, പിന്നെ അങ്ങനെ കുറേ രാഷ്ട്രീയ പ്രമുഖർ, സാംസ്കാരിക പ്രമുഖർ, പിന്നെ സ്പോർട്സ് സ്റ്റാറുകൾ, ഫിലിം സ്റ്റാറുകൾ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് എല്ലാം വെച്ചിട്ടുള്ളത്. സ്പോർട്സിൽ ഉള്ള ആൾക്കാരുടേതൊക്കെ ഒരു സെക്ഷനായിട്ട്, ഓരോ സെഷനായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഓരോ സെക്ഷൻ വൈസാണ് എല്ലാം. ചിത്രകാരന്മാരുടേത് വേറെ, പിന്നെ ഫിലിം മേഖലയിലുള്ളത് വേറെ, പിന്നെ സാമൂഹ്യ സാംസ്കാരിക നായകന്മാരുടേത് വേറെ, രാഷ്ട്രീയ പ്രമുഖരുടേത് വേറെ, അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ കണ്ടു നോക്കൂ കേട്ടോ.